ഇത് ദുബായിലെ നമ്മളുടെ ലാസ്റ്റ് ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റു. നമ്മൾ എഴുന്നേറ്റ ഉടനെ ജേടുകൂട്ടൻ ചാടി കുളിക്കാനകത്ത് കയറിയതുകൊണ്ട് ഈ ഒരു കുളിസീൻ കാണിച്ചപ്പോഴാണ് ലാസ്റ്റ് പ്രാവശ്യം എനിക്ക് ഒരാഴ്ചത്തെ ബാൻ കിട്ടിയത് കേട്ടോ. ഇത് കണ്ടോ, ബെഡ്റൂമിൽ നിന്ന് ആ ഡോറ് തുറന്നിട്ട് ബാത്റൂമിൽ കുളിക്കുന്നതാണ് കണ്ടോ. ഷവറിനകത്തുനിന്ന് വെള്ളം വരുന്നത്. ജേടുടത്തും ഭയങ്കര കുളി, അതുകൊണ്ട് ജസ്റ്റ് ഡോറൊക്കെ അടച്ചിട്ടു. ഇതിനെ വെറുതെ കാണിച്ച് നമ്മൾ പണിഷ്മെൻറ്റും വായിക്കണ്ടല്ലോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാണിച്ച് വെറുപ്പിക്കുന്നൊന്നുമില്ല. കാരണം നമ്മൾ 3 ദിവസം ആയല്ലോ, ഇനിയിപ്പോൾ എന്നാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനല്ലേ. ജേഡു അകത്തു നിന്നാണല്ലോ പൂച്ചക്ക് ഫുഡ് എടുത്തുകൊണ്ട് പുറത്ത് കൊണ്ടു കൊടുത്ത് അവരെ തീറ്റിക്കുക. ജേഡു കഴിച്ചില്ലെങ്കിലും പൂച്ചകളെങ്കിലും കഴിച്ചോട്ടെന്ന് വിചാരിച്ച് കാണും. ഞാൻ പിന്നെ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് പുള്ളി ചീസ് എടുത്ത് ആ പൂച്ചകൾ കൊടുക്കുന്ന. പാവം പൂച്ചകളല്ലേ, എന്തോ കാര്യമായിട്ട് വല്ല സോസേജോ വേറെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചായിരിക്കും ചെന്നത്. അവൻ ചീസ് കൊടുത്ത് പാവം പൂച്ചകളെ മാനസികമായി തകർക്കുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് പുള്ളി പുറത്തോട്ടൊക്കെ നോക്കുന്നുണ്ട്, ഷെഫുമാരാരെങ്കിലും വരുന്നുണ്ടോ, സൂപ്പർവൈസേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ. എനിവേ ജേഡു കഴിച്ചില്ലെങ്കിലും ഞാൻ ജസ്റ്റ് നന്നായിട്ട് തന്നെ കഴിച്ചു. സാധാരണ ഹോട്ടൽസിലൊക്കെ പോയ പിള്ളേർക്ക് എന്തോരം ഇഷ്ടമുള്ള ഫുഡ് കാണും. ഇഷ്ടം പോലെ പിള്ളേർക്ക് കഴിക്കാൻ പറ്റിയ ഫുഡൊക്കെ ഉണ്ട്. ജേഡുവിനെ നോക്കി ആ പുറത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാതെ ഒരു വക ജേഡുവിനെ ശരിക്കും ഹോട്ടലിൽ കൊണ്ടുവന്ന നഷ്ടം ഒന്നും ജേഡു കഴിക്കത്തേ ഇല്ല. എനിവേ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ ജേഡുവിന് സ്വിമ്മിംഗ് പൂളിൽ പോകണമെന്ന് പറഞ്ഞു ലാസ്റ്റ് ദിവസത്തിൽ. അതുകൊണ്ട് ഇന്ന് വെയിൽ അധികം ആകുന്നതിന് മുമ്പ് ഈ ഒരു സൈഡിലധികം വെയിൽ വന്നിട്ടില്ല. ഞാനും ജേഡുവും കൂടെ സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ പോയി. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ചാടാനുള്ള ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടൊന്നും ഇല്ലായിരുന്നു താഴെ പോയത്. പക്ഷെ നമ്മുടെ ജസ്റ്റിമോ സ്വിമ്മിംഗ് പൂളിൽ ചാടി കലർന്ന് കട്ടായം പറഞ്ഞുകൊണ്ട് എനിക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഇത് കണ്ടോ, ഇത് അഡൾട്ടിൻ്റെ സ്വിമ്മിംഗ് പൂളാണ്. പിള്ളേരുടെ ഇപ്പുറത്ത് മാറിയ. അപ്പോൾ അവിടെ നല്ല ആഴമുള്ളതുകൊണ്ട് കൊച്ചുങ്ങളെ തന്നെ ഇറക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടും എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ ചാടാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി ചാടിയതാണ്. ഇവിടെ നല്ല ചൂടാണ്. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറി കഴിയുമ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. പക്ഷേ എന്നാ ചൂടാണെങ്കിലും 50 ഡിഗ്രി ചൂടിലും പുറത്ത് കിടന്നത് ഇങ്ങനെ ഉറങ്ങാൻ നമ്മുടെ ജസ്റ്റിയെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അത് ജസ്റ്റിക്ക് മാത്രം പറ്റുന്നൊരു കാര്യം കേട്ടോ. ഇനി അവിടുത്തെ ഉറക്കവും സ്വിമ്മിംഗ് പൂളിലെ ചാട്ടമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറി. അപ്പോൾ നമ്മൾ ഓർത്ത് അവിടുത്തെ താഴത്തെ റെസ്റ്റോറൻറ്റിലൊന്ന് പോയേക്കാന്ന്. അങ്ങനെ താഴത്തെ റെസ്റ്റോറൻറ്റിൽ പോയത്. അതിൻ്റെ ആ സൈഡിൽ നിന്നുള്ള വ്യൂ ആയത് കേട്ടോ. അവിടെ ചെന്ന് ജസ്റ്റ് നമ്മളെന്തോ കോക്ടെയിലൊക്കെ കഴിച്ചേ ഉള്ളൂ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന്. കാരണം ലഞ്ചിൻ്റെ ടൈം ആയിരുന്നു തോന്നുന്നു. ഇനി നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നത് 1 o'clock കഴിഞ്ഞിട്ടാണല്ലോ ഹോട്ടൽസിൽ. അതിന് മുമ്പ് നമ്മൾ ചെക്കൗട്ട് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നു. ഇനി ലഞ്ച് നമ്മൾ അവിടെ നിന്ന് കഴിച്ചില്ല. നമ്മൾ ജസ്റ്റ് അവിടെ കോക്ടെയിലൊക്കെ കുടിച്ചു. ജസ്റ്റ് നമ്മുടെ ഉദ്ദേശം അതൊന്നും അല്ലായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളതായിരുന്നു. നല്ല വ്യൂ അല്ലേ. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ആ ചില്ലിനകത്ത് കാണുന്ന സാധനം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അതൊന്നും കഴിച്ചില്ല കേട്ടോ. അതുകൊണ്ടോ ഈ ചില്ലിനകത്ത് കാണുന്ന സാധനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്തിറങ്ങി. അത് തന്നെയല്ല, നമുക്ക് ദുബായിൽ നിന്ന് ലിജോയെ കളക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നല്ല, ലിജോയെ കളക്ട് ചെയ്യണമായിരുന്നു. ലിജോ നമ്മളിവിടത്തെ അബുദാബിക്ക് വരുന്നെന്ന് പറഞ്ഞത്. അങ്ങനെ ലിജോയും കൂടെ കൂട്ടണമായിരുന്നു നമുക്ക്. എനിവേ താഴെ വന്നതല്ല. അപ്പോൾ ജസ്റ്റോട് ഞാൻ പറഞ്ഞു ജസ്റ്റ് 2-3 ഫോട്ടോയൊക്കെ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് എനിവേ 2-3 ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു തന്നു. ജസ്റ്റിയെ കൊണ്ട് എടുപ്പിക്കാൻ ഭയങ്കര പാടാട്ടോ. ചില സമയത്ത് ജസ്റ്റിക്ക് നല്ല ദേഷ്യമൊക്കെ വരും. ഈ പബ്ലിക്കിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കുന്നത് ജസ്റ്റിക്ക് അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല. എനിവേ അധികം ആളും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു തന്നു. അങ്ങനെ അവിടുത്തെ ഫോട്ടോ സെക്ഷനും ഫോട്ടോ ഷൂട്ടും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതല്ലേ എൻട്രൻസ്. അവിടുത്തെ എന്താ പറയുന്നത് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിനോട് ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ 3 ദിവസത്തെ, സത്യം പറഞ്ഞാൽ നമ്മൾ 3-4 ദിവസത്തേനാണ് പോയത്. അങ്ങനെ മൂന്നാമത്തെ ദിവസം നമ്മളവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഇതാണ് നമ്മുടെ ദുബായ് ഫ്രെയിം. കണ്ടിട്ടില്ലാത്തൊരു കാണട്ടെന്ന് വിചാരിച്ച് ഞാൻ എടുത്ത. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഷെയ്ഖ് സായിദ് റോഡ് വഴി നേരെ അബുദാബിക്ക് പോരുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പോരുന്ന വഴിക്ക് നമുക്ക് ലിജോയെ പിക്ക് ചെയ്യാനുണ്ട്. ഞാൻ ഓർത്തന്നെ ഷെയ്ഖ് സായിദ് റോഡിൻ്റെ ദുബായിയുടെ വീഡിയോ ഫുൾ എടുത്തേക്കാം. ഇനി ആരെങ്കിലും ദുബായ് കണ്ടിട്ടില്ല എങ്കിൽ കണ്ടോട്ടെന്ന് വിചാരിച്ചാൽ. ദുബായിൽ ഉള്ളവരും അല്ലെങ്കിൽ UAE ഉള്ളവരെയും വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തല്ല കേട്ടോ. ഇത് ദുബായിലുള്ളവരും അല്ല UAE ഉള്ളവരും കണ്ട് മടുത്തത് തന്നെ. പക്ഷേ അത് കാണാത്തവർക്ക് ശരിക്കും കാണാനൊരു സന്തോഷമല്ലേ, ഒരു രസമല്ലേ. ശരിക്കും എന്താ പറയുന്നത്, ദുബായിൽ വന്നിട്ടില്ലാത്തവർ ശരിക്കും വരാൻ പറ്റിയൊരു സ്ഥലമാണ് ദുബായ്. ലോകത്ത് ഏത് കൺട്രീസ് പോയിട്ടില്ല എങ്കിലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു രാജ്യം UAE തന്നെ. അതിൽ ദുബായ് എടുത്ത് പറയണം. ശരിക്കും എന്താ പറയണ്ടേ, നമ്മളെപ്പോഴും തമാശക്കല്ല എപ്പോഴും ഇങ്ങനെ കാര്യമായിട്ട് പറയാറുണ്ട്, ദുബായിൽ അപ്പനെയും അമ്മയും ഒഴിച്ച് ബാക്കി എല്ലാം ദുബായ് കിട്ടുമെന്ന്. ഏകദേശം ശരിയാണ്. ഇനിയിപ്പം പുതിയ ജനറേഷൻ വരുമ്പോൾ അപ്പനെയും അമ്മയും കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട, എല്ലാവരെയും ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടെ അല്ലേ ഇതല്ലേ. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ബുർജ് ഖലീഫയൊക്കെ കാണാം.
അങ്ങനെ ബുർജ് ഖലീഫയൊക്കെ കണ്ട് ദുബായിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞാൻ എപ്പോഴും ഓർക്കും ദുബായി വരുമ്പോൾ ശരിക്കും സിറ്റിയിൽ എവിടെയെങ്കിലും താമസിക്കണം, ഈ ഷെയ്ഖ് റോഡിൻ്റെ സൈഡിലുള്ള ഏതെങ്കിലും ഹോട്ടലിൽ താമസിക്കണമെന്ന് എപ്പോഴും വിചാരിക്കും. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും താമസിച്ച്, ഇനിയുണ്ട് ഇവിടെ ഒത്തിരി സ്ഥലങ്ങൾ പോകാനൊക്കെ. നമ്മൾ ഇത്രയും വർഷം ഇവിടെ താമസിച്ചിട്ടുണ്ടെങ്കിലും ദുബായി നമ്മൾ ഫുള്ളായിട്ട് എന്താ പറയുന്നത് കറങ്ങി കണ്ട് തീർന്നിട്ടൊന്നുമില്ല. ഹോട്ടലിൽ പോകുമ്പോൾ എങ്ങനെ അതിനകത്ത് കയറുന്ന ഉറങ്ങാതെ ഇനി ഇതൊക്കെ തന്നെയാണല്ലോ മെയിൻ പരിപാടി. പിന്നെ കൊച്ചിന് ഇഷ്ടമുള്ള എവിടെയെങ്കിലും പോകും അങ്ങനെ. പക്ഷേ ഇനി ഒത്തിരി സ്ഥലങ്ങൾ സന്ദർശിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ പോരുന്ന വഴിക്ക് ലിജോയെ പിക്ക് ചെയ്തു. അത് ഞാൻ എടുത്തില്ലായിരുന്നു, നല്ല ചൂടല്ലേ. ലിജോയെയും പിക്ക് ചെയ്ത് നമ്മൾ നേരെ ഈബൻ ബത്തൂത്ത മോളിലൊന്ന് കയറി. ജേഡുവിന് എവിടെയെങ്കിലും ഒന്ന് കയറണമെന്ന് പറഞ്ഞ് ഷോപ്പിംഗ് മോളിൽ. അങ്ങനെ ഈബൻ ബത്തൂത്ത മോളിൽ കയറിയത്. അങ്ങനെ ലിജോയും കൊണ്ട് നമ്മൾ ഈബൻ ബത്തൂത്ത മോളിൽ വന്നു കേട്ടോ. ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ നോക്കി ശരിക്കും നല്ല നല്ല ഭംഗിയില്ലേ. ശരിക്കും എന്താ പറയണ്ടേ, ഒരു പ്രത്യേക രസമാണ് ഈബൻ ബത്തൂത്ത മോളെന്ന് പറഞ്ഞാൽ. ഈ വീഡിയോ കാണുമ്പോൾ ദുബായിലുള്ള എൻ്റെ കസിൻസ് റിലേറ്റീവ്സ് വിചാരിക്കും ദുബായ് 2-3 ദിവസം ഉണ്ടായിട്ടും വന്നിട്ട് വിളിച്ചിട്ടില്ല, അവരുടെയും വീട്ടിൽ കൂടെ പോയിട്ടില്ല എന്ന്. ഇതൊരു ഒഫീഷ്യൽ വിസിറ്റ് അല്ലാത്തതിനാലും ഇതൊരു അൺഒഫീഷ്യൽ വിസിറ്റ് ആയതിനാലും ഇത് തികച്ചും എന്താ പറയുന്നത് പ്രൈവറ്റ് ആയതിനാലും അവിടെ ആരെയും അറിയിക്കാഞ്ഞത്. ഇനി എന്താണ് പറയുന്നത്, എല്ലാവരെയും വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ബന്ധുവീടുകൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ വേറൊരു ദിവസം ഇറങ്ങുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും വിചാരിക്കരുത് ആരെയും വിളിച്ചില്ല എന്ന്. ഇത് കാണുമ്പോൾ മിക്കവാറും എല്ലാവരും ചിന്തിക്കും ദുബായ് വന്നിട്ട് ആരെയും വിളിച്ചില്ലല്ലോ, ആരെയും പോയി കണ്ടില്ലല്ലോ എന്ന്. എനിവേ നമ്മൾ ഈബൻ ബത്തൂത്ത മോളിൽ ചെന്ന ഉടനെ തന്നെ ജേഡുക്കൂട്ടൻ നേരെ ബോർഡേഴ്സിൽ ചാടി കയറി. ലിജോ എനിവേ പോസ്റ്റായിട്ട് പുറത്ത് നിൽപ്പുണ്ട്. ലിജോയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. കൊച്ചിന് എനിവേ ബോർഡേഴ്സ് കണ്ടപ്പോൾ തന്നെ കൊച്ചിനെ കിളിവെന്നുകൊണ്ട് ഈ ബാഗൊക്കെ കണ്ട് കൊച്ചിൻ്റെ മാത്രമല്ല കേട്ടോ എൻ്റെയും കിളി പോയി. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെയും കിളി പോയിട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടം ഈ ബോർഡേഴ്സിൽ ഇതിനകത്തോട്ട് നടക്കാൻ. പ്രത്യേകിച്ച് എനിക്ക് ഈബൻ ബത്തൂത്ത മോളിലെ ബോർഡേഴ്സ് ഭയങ്കര വലുതാണ്. എന്തോരം ബാഗ് കളക്ഷൻസാന്ന് നോക്കി. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ കിറ്റക്സിൻ്റെ ബാഗ്, മാൽബോറയുടെ ബാഗ്, അതിൻ്റെ മാൽബോറൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു, അതും കൊണ്ടൊക്കെയല്ലേ സ്കൂളിൽ പോയല്ലേ. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തോ ഓരോ ഓപ്ഷൻസാണ്. ബാഗിൻ്റെ കളക്ഷൻസ്, എന്താ പറയുന്നത് പെൻസിൽ ബോക്സിൻ്റെ കളക്ഷൻസ്, ടിഫിൻ ബോക്സ് വേറെ, വാട്ടർ ബോട്ടിൽ വേറെ, അതിൻ്റെ ബാഗ് വേറെ. നമ്മുടെയൊക്കെ അവസ്ഥ അതൊക്കെ ഉമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ? ഇതൊക്കെ ജേഡുവിനോട് പറയുമ്പോൾ ജേഡു വാട്ട് ഈസ് ദാറ്റ് എന്നോട് ചോദിക്കാറുണ്ട്. എനിവേ കുറേ ബുക്സൊക്കെ കണ്ടപ്പോൾ ലിജോയും കുറേ ബുക്സൊക്കെ നോക്കി. അങ്ങനെ ജേഡു അവിടെ നിന്ന് ബുക്സ് എല്ലാം നോക്കി നമ്മൾ ഫൈനലി പിള്ളേർ കളിക്കുന്ന ഒരു പ്ലേ ഏരിയ ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ അവിടെ വന്നപ്പോൾ പിള്ളേരുടെ എന്താ പറയുക കിഡ്സിൻ്റെ കാർട്ടിങ് ഏരിയ വന്നപ്പോൾ ജേഡുക്കുട്ടിനെ അവിടെ കയറ്റാമെന്ന് പറഞ്ഞു. ജേഡുവിനെ കയറണമെന്നൊന്നും ആഗ്രഹമൊന്നും പറഞ്ഞില്ല. അമ്മ മേ ബി സോ എക്സ്പെൻസീവ് എന്നൊക്കെ അവൻ പറഞ്ഞെങ്കിലും ഞാൻ വിചാരിച്ചു കുറേ പിള്ളേരോടെ പ്ലേ ചെയ്യുന്നുണ്ടെന്ന് ജേഡുവിനെ ഇവിടെ കയറ്റിയേക്കാന്ന്. അങ്ങനെ ഫൈനലി ജസ്റ്റ് എനിവേ ഫോണിൽ വരുന്നു. അപ്പോൾ ഞാനും ജില്ലിജോ അവിടെ നിന്നപ്പോൾ ജേഡുവിനെ കൂടെ അവിടെ കയറ്റി വിട്ടു. ജേഡുവിന് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പുള്ളി ആ ഇൻസ്ട്രക്ടർ എന്താ പറയുന്നത് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതിൻ്റെ ഇതെല്ലാം പറയുന്നെങ്കിലും ജേഡൻ അതൊന്നും കേട്ടില്ല. നോക്കിയ പുള്ളി വിറങ്ങാണ്ടോ ആയിരുന്നു ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ജേഡുവും വണ്ടി ഓടിക്കാൻ കയറി. എനിവേ ജേഡു ആ റൈഡ് കയറിയത് കൊണ്ടുള്ള ആകെ ഗുണം ഞാനും വിജയും കുറേ ചിരിച്ചു കേട്ടോ. ഞാനൊരു പറമ്പിൽ എൻ്റെ ദൈവമേ, ഞാനും ലിജോയും മാത്രമല്ല അവിടെ നിന്ന് സകലമാന മനുഷ്യരും ചിരിച്ചൊരു പരുവതൊക്കെ ചെയ്തിട്ട് വണ്ടി ഓടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മിസ്റ്റർ ബീൻ ഏതോ ഒരു മൂവിനുണ്ട് ഇതുപോലെ വണ്ടി പാകുന്നത്, കറങ്ങി വന്ന് ട്രാക്ക് വന്ന് പാർക്ക് ചെയ്ത് എന്ന് പറഞ്ഞാൽ
എന്ന് പറഞ്ഞാലോ ഞാനും ലിജോടെ ചിരിച്ചിരിച്ച് ഞാനും ലിജോ മാത്രമല്ല അവിടെ നിന്ന് നാട്ടുകാർ മൊത്തത്തോടെ ചിരിച്ചെന്ന് പറഞ്ഞത്. ജേഡു ഇതൊന്നും കാണാൻ ജസ്റ്റ് അവിടെ നിന്നില്ല, ജസ്റ്റ് ഏതോ ഫോൺ കോളിലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ജേഡുവിൻ്റെ കാറോട്ട മത്സരമൊക്കെ കഴിഞ്ഞ് തളർന്ന് ക്ഷീണിച്ച് ഞങ്ങൾ കുറച്ചുകൂടെ അവിടെ തെണ്ടി തിരിഞ്ഞ് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ ചെന്നു. പക്ഷെ നമുക്ക് പറ്റിയ ഫുഡൊന്നും കാണാഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ ഐസ്ക്രീമും കഴിച്ച് തിരിച്ചു പോന്നു. കണ്ണ് മിടിച്ചായിരിക്കുന്നത്. ഞാൻ എന്താ പറഞ്ഞത്, കുറെ നേരമായിട്ട് ഇട്ട് ചൊറിയല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഓടിച്ചോളാൻ. പളവറക്കാണ് സുഹൃത്തുക്കളെ. സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാൻ ഏറ്റവും പാടെപ്പോഴാണെന്നറിയോ? റോഡിൽ തിരക്കുള്ളപ്പോഴോ അല്ലെ ഭയങ്കര ബഹളം ഉള്ളപ്പോഴോ ഒന്നുമല്ല, നമ്മുടെ കെട്ടിയവന്മാരെ സൈഡിലിരുത്തി വണ്ടി ഓടിക്കാനാണ് എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്മിറ്റിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ എന്തിനും പോകുന്ന ഒരു ആങ്ങളെയും കൂടെ ഉണ്ടെങ്കിലോ ശുഭം.